സീ യു അറ്റ് വർക്ക് ടുമോറോ എന്ന് പറഞ്ഞ പുതിയ ഡ്രാമയാണ് ഇന്ന് മുതൽ നമ്മൾ കാണാൻ പോകുന്നത്. നായികയായ ചാ ജിയൂൺ ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് ടി വിയിൽ ബേസ്ബോൾ ഗെയിം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവളുടെ ബോയ് ഫ്രണ്ടായ ഗായോണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷെ ഞാനൊരു ട്രിപ്പിന് പോവുകയാണ്, അതുകൊണ്ട് എനിക്ക് ഇന്ന് എത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവൾക്ക് മെസ്സേജ് അയക്കും. അവനെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവളെല്ലാം റെഡി ആയിട്ടിരിക്കുകയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. പിന്നീട് 8 മാസങ്ങൾക്ക് ശേഷമുള്ള കാര്യമാണ് കാണിക്കുന്നത്. ചാ ജിയൂൺ അവളുടെ കമ്പനിയിൽ പ്രോഡക്റ്റ് പ്ലാനിംഗ് ടീം 1ന്റെ സീനിയർ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ടീം 2ലെ ജൂണും അവളുടെ തന്നെ ടീമിലെ നോയയുമാണ് അവർക്ക് ഓഫീസിൽ ഫ്രണ്ട്സ് ആയിട്ടുള്ളത്. അവരുടെ കമ്പനിയിലേക്ക് കാങ് സീബു എന്ന് പറഞ്ഞ ആള് തിരിച്ച് ജോയിൻ ചെയ്യാൻ പോവുകയാണ്. അയാള് വളരെ വർക്കഹോളിക് ആയിട്ടുള്ള ഒരാളാണ്. അയാളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഒന്നുകിൽ പിന്നീട് ഡിസപ്പിയർ ആവും, അതല്ലാന്നുണ്ടെങ്കിൽ തെറാപ്പി സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് റൂമേഴ്സ്. ആരോടും ചിരിക്കത്തില്ല, ഫ്രണ്ട്സ് ഒന്നുമില്ല, ആരോടും സോറി പറയാറില്ല, അങ്ങനെയൊക്കെയാണ് അയാളെ പറ്റി കേട്ടിരിക്കുന്നത്. അയാൾ തിരിച്ച് ജോയിൻ ചെയ്യുന്നു എന്ന് അറിയുമ്പോൾ കമ്പനിയിലാകെ ബഹളമാണ്. അയാൾ എങ്ങോട്ടേക്കാണ് വരുന്നത്, എവിടെയാണ് ജോയിൻ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. റിസർച്ചേഴ്സും ഫാക്ടറി വർക്കേഴ്സും തമ്മിലുള്ള മിസ്കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ട് എന്തോ പറ്റിയിട്ട് അവർ പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന റെഫ്രിജറേറ്ററിന്റെ പ്രൊഡക്ഷൻ നിർത്തിവെക്കും. എത്രയും പെട്ടെന്ന് ഇതിന് എന്തെങ്കിലും പരിഹാരം കാണണമെന്ന് പറഞ്ഞിട്ട് ടീം ലീഡർ ജിയോണിനെയാണ് പറഞ്ഞു വിടുന്നത്. എമർജൻസി ആയിട്ടുള്ള ഘട്ടങ്ങളിൽ അവർക്ക് ഹെലികോപ്റ്റർ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞ് കമ്പനിയുടെ ഹെലികോപ്റ്റർ ഒക്കെ വരുത്തിയാണ് അവളെ ഫാക്ടറിയിലേക്ക് പറഞ്ഞു. കമ്പനിയിൽ നിന്ന് വേറെ ആളുകൾ ഓൾറെഡി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരും ഫാക്ടറിയിലെ ആളുകളും തമ്മിൽ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവര് സ്പീർ ഷേപ്പിലെ ഐസാണ് യൂസ് ചെയ്യുന്നത്. നോക്കുമ്പോൾ അത് ഫോഗിയാണ്, അത് ക്ലിയർ അല്ലാത്തതിന്റെ പ്രശ്നമാണെന്ന് ജിയൂണിന് മനസ്സിലാവും. എങ്കിലും മൊത്തത്തിൽ പ്രൊഡക്ഷൻ നിർത്തിവെക്കാൻ പറ്റത്തില്ല, അത് പ്രോഡക്റ്റിന്റെ ലോഞ്ചിനെ ബാധിക്കും. അതുകൊണ്ട് പ്രൊഡക്ഷനായിട്ട് മുന്നോട്ട് പോയിക്കോളൂ, നമുക്ക് എന്തെങ്കിലും പരിഹാരം ആലോചിക്കാം എന്നാണ് ജിയൂൺ അവരോട് പറയുന്നത്. പ്രശ്നങ്ങളുള്ളത് ആദ്യമേ പരിഹരിച്ച് മുന്നോട്ട് പോകണം, അല്ലാതെ പ്രൊഡക്ഷൻ തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നീട് എങ്ങനെ പരിഹരിക്കാനാണെന്ന് അന്നേരം അങ്ങോട്ടേക്ക് വരുന്ന ഒരു ആള് അവരോട് ചോദിക്കും. അതാരാണെന്ന് അവർക്കാർക്കും മനസ്സിലാകത്തില്ല. ജിയോണും അയാളും കൂടി കുറെ നേരം തർക്കിക്കും. എന്തായാലും പ്രൊഡക്ഷൻ മുഴുവനായിട്ട് സസ്പെൻഡ് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് ഞാൻ കാങ് സീവു ആണെന്ന് പറഞ്ഞവൻ പരിചയപ്പെടുത്തും. അന്നേരമാണ് കമ്പനിയിലെ ആളുകൾക്കും ജിയൂണും അവൻ ആരാണെന്ന് മനസ്സിലാകുന്നത്. തിരിച്ചു പോകാനായിട്ട് ഹെലികോപ്റ്ററിൽ കയറുന്നതന്നെയാണ് അവളുടെ കൂടെയാണ് സീവുവും തിരിച്ച് ഓഫീസിലേക്ക് വരുന്നതെന്ന് ജിയൂണിന് മനസ്സിലാകുന്നത്. ഓൾറെഡി വെതർ കണ്ടീഷൻ കുറച്ച് പ്രശ്നമാണെന്ന് വാർണിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹെലികോപ്റ്റർ അനങ്ങുമ്പോഴത്തേക്കിനും അവള് പേടിക്കും. ആ ബഹളത്തിനിടയിൽ അവള് അവന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് വോമിറ്റ് ചെയ്യുകയും ചെയ്യും. പ്രൊഡക്ഷൻ മുഴുവൻ സസ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു വന്നെന്ന് അറിയുമ്പോൾ ടീം ലീഡർ അവളെ ഒരുപാട് വഴക്ക് പറയും. ഇതിനാണോ കാശ് മുടക്കി ഹെലികോപ്റ്ററും പിടിച്ച് അങ്ങോട്ടേക്ക് പോയതെന്നൊക്കെ ചോദിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്ന്, എനിക്ക് റിപ്പോർട്ട് ഇന്ന് തന്നെ കിട്ടണമെന്ന് അവളോട് പറയും. എല്ലാ ദിവസവും കൃത്യം 6 മണിയാവുമ്പോൾ ജിയൂൺ വീട്ടിലേക്ക് പോകും. അന്നും അവള് പതിവ് തെറ്റിക്കുന്നില്ല. ഇനി ബോയ് ഫ്രണ്ടിനെ കാണാൻ പോവുകയാണോ ജിമ്മിന് പോവുകയാണോ എന്നൊക്കെ കൊളീഗ്സിന് സംശയമുണ്ട്. അവള് ശരിക്കും വീട്ടിലേക്ക് തിരിച്ചു വന്ന് ചിക്കനൊക്കെ കഴിച്ച് റിലാക്സ്ഡ് ആയിട്ടിരിക്കുകയാണ്. അവളുടെ ഫ്രണ്ടിനെ വിളിച്ച് സംസാരിക്കും. എന്നിട്ട് അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയും. ആദ്യമായിട്ട് കണ്ട ഒരാളുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് എങ്ങനെ വൊമിറ്റ് ചെയ്യാനായിട്ട് പറ്റി, ഇനി ആകെ എംബാരസ്മെന്റ് ആയിരിക്കുമല്ലോ അയാളെ കാണുമ്പോൾ നിന്ന് ഫ്രണ്ട് ചോദിക്കുന്നുണ്ടേ. ആ വലിയ കമ്പനിയിൽ വലിയ പൊസിഷനിൽ ഇരിക്കാൻ പോകുന്ന ഒരാളെ ഞാൻ ഇനി കാണാൻ പോകുന്നില്ല എന്നാണ് അവള് മറുപടി പറയുന്നത്. നീ ഇപ്പോഴും നിന്റെ എക്സിനെ ഓർത്ത് വിഷമിച്ചിരിക്കുമല്ലോ എന്ന് ഫ്രണ്ട് അവളോട് ചോദിക്കുന്നുണ്ട്. 2013 ആദ്യമായിട്ട് കോളേജിൽ ജോയിൻ ചെയ്യാൻ ചെല്ലുന്നതന്നെയാണ് സിംഗർ ആയിട്ടുള്ള ഗായോണിനെ ജിയൂൺ ആദ്യമായിട്ട് കാണുന്നത്. അവരുടെ ബാൻഡിൽ ജോയിൻ ചെയ്യാൻ വന്നതാണെന്ന് അവൻ തെറ്റിദ്ധരിക്കും. അവൾക്ക് ശരിക്കും ഒരു ഇൻസ്ട്രുമെന്റ്സും വായിക്കാൻ അറിയത്തില്ലായിരുന്നു. അതിന് വേണ്ടിയിട്ട് അവള് ഡ്രംസ് ഒക്കെ വായിക്കാനായിട്ട് പഠിക്കും. എന്നിട്ട് അവരുടെ ബാൻഡിന്റെ കൂടെ പെർഫോം ചെയ്യും. ഒരു ദിവസം പെർഫോമൻസ് കഴിഞ്ഞിട്ട് അവനൊരു ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ അവൾ റെഡി ആയിട്ടിരിക്കുന്നതന്നെയാണ് മിലിറ്ററിയിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണെന്ന് അവൻ പറയുന്നത്. അന്നേരത്തേക്ക് 2015 ആവും. പിന്നീട് 2 വർഷങ്ങൾക്ക് ശേഷമാണ് അവൻ വരുന്നത്. വീണ്ടും കോളേജിൽ റീജോയിൻ ചെയ്യുവാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ട്രാവൽ ചെയ്യാൻ പോവുകയാണെന്നാണ് അവൻ പറയുന്നത്. പിന്നെയും കുറെ വർഷങ്ങൾ കഴിഞ്ഞ് 2021 അവൻ വീണ്ടും തിരിച്ചു വരുന്നത്. ഒന്നും സംഭവിക്കാത്ത കൂട്ടാണ് അവൻ ഓരോ പ്രാവശ്യവും ജിയൂണിന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നത്. അതിനുശേഷം അവർ ഒന്നിച്ച് താമസിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അവൾ പ്രപ്പോസ് ചെയ്യാനായിട്ട് റെഡി ആവുന്നത്. പക്ഷെ അന്നും അവൻ വരാതെ വീണ്ടും യാത്ര പോവുകയാണ് ചെയ്യുന്നത്. പിറ്റേ ദിവസം സീവു വന്നിട്ട് പ്രോഡക്റ്റ് പ്ലാനിംഗ് ടീം 2ന്റെ ടീം ലീഡർ ഞാനാണ് ഇനി മുതലെന്ന് പറഞ്ഞ് ടീമിലെ എല്ലാവരെയും പേരെടുത്ത് വിളിച്ച് പരിചയപ്പെടും. കമ്മ്യൂണിക്കേഷൻ മുഴുവൻ ഇനി മെസ്സേജസ് വഴിയായിരിക്കും, റിപ്പോർട്ട്സ് ഒക്കെ അയക്കുന്നത് മെയിൽ വഴി ആയിരിക്കണം എന്നൊക്കെ അവർക്ക് നിർദ്ദേശം കൊടുക്കും. തലേദിവസം വരെ അവരുടെ പഴയ ടീം ലീഡറിന് യാതൊരു പ്രശ്നമില്ലായിരുന്നു. പക്ഷെ എന്തോ ഹെൽത്ത് റീസൺസ് കാരണം ലീവിൽ പോയേക്കുവാണെന്നാണ് സീവു പറയുന്നത്. അന്ന് ഉച്ചയ്ക്ക് നോയയുടെ കൂടെ ഓഫീസ് ക്യാൻറ്റീനിലേക്ക് ഫുഡ് കഴിക്കാനായിട്ട് ജിയൂൺ പോകുമ്പോൾ അമ്മയുടെ കോള് വരും. ഞാൻ ഇവിടെ അടുത്തൊരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട്, എനിക്ക് നിന്നെ ഒന്ന് കാണണം, ഇങ്ങോട്ടേക്ക് വരാനാണ് അമ്മ പറയുന്നത്. അങ്ങനെ അവളെ ഫുഡ് കഴിക്കാതെ ആ റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അവളെ വെയിറ്റ് ചെയ്ത ഒരാൾ നിൽപ്പുണ്ടാവും. അമ്മ അവളറിയാതെ ബ്ലൈൻഡ് ഡേറ്റ് അറേഞ്ച് ചെയ്തതാണ്. ഇതറിഞ്ഞിട്ട് 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അവൾ പുറത്തിറങ്ങി അമ്മയെ വിളിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അമ്മ കോൾ അറ്റൻഡ് ചെയ്യത്തില്ല. അതിനാണ് സീബു അങ്ങോട്ടേക്ക് ഫുഡ് കഴിക്കാൻ വരുന്നത്.
കാര്യങ്ങൾ കൂടുതൽ ഓക്വേർഡ് ആകാതിരിക്കാൻ അവള് അകത്തേക്ക് ചെല്ലും. കാണാൻ വന്ന ആളാണെങ്കിൽ ഇവളുടെ അടുത്ത് ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ഇവക്കാണെങ്കിൽ തിരിച്ചൊന്നും പറയാൻ വയ്യ. ഇവൻ അവിടെ നിന്നെല്ലാം കേൾക്കുന്നുണ്ടോ എന്നുള്ളൊരു വെപ്രാളമുണ്ട്. അവൻ അന്നേരത്തേക്ക് ഫുഡ് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഇവളുടെ കവിളിൽ സോസ് ഇരിക്കുന്നതെന്നും പറഞ്ഞു ഇയാൾ തുടച്ചു കൊടുക്കാനായിട്ട് പോവും. ഇത് സിവു കാണുന്നുണ്ട്. അവളെ നോക്കി ഒന്ന് അർത്ഥം വെച്ച് ചിരിച്ചിട്ടാണ് അവൻ പോകുന്നത്. അതുകൂടെ കാണുമ്പോൾ ഇവള് പെട്ടെന്ന് മാറിക്കളയും. എന്നിട്ട് അയാളുടെ അടുത്ത് അപ്പോളജൈസ് ചെയ്യും. ഞാനിപ്പോ ഡേറ്റ് ചെയ്യുന്നൊന്നുമില്ല, ഒരു റിലേഷനിൽ പോകാനുള്ള മാനസികാവസ്ഥയിലല്ല എന്നൊക്കെ അയാളുടെ അടുത്ത് അവള് തുറന്നു പറയും. അവളെ തിരിച്ച് ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ നോവയുടെ കൂടെ ഡിസൈൻ ടീമിന്റെ ടീം ലീഡറായ ചോയ് അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ചോയുടെ കല്യാണമാണ്, അവളെ വിളിക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ്. ആ വർഷത്തെ ഡിസൈൻ ടീമിന്റെ അവാർഡും മിസ് ചോയ്ക്കാണ് കിട്ടിയേക്കുന്നത്. ആള് നല്ല മിടുക്കിയാണ്. ഇവർ രണ്ടുപേരും അവളെ അഡ്മയർ ചെയ്യുന്നൊക്കെയുണ്ട്. അവിടുത്തെ ഡിപ്പാർട്ട്മെന്റിലേക്ക് നടക്കുമ്പോൾ ഇയാള് ബ്ലൈൻഡ് ഡേറ്റിന് പോയതാണോ, ഇയാളുടെ ബോയ് ഫ്രണ്ട് എത്ര സ്വീറ്റ് ആണ്, ഉടനെ തന്നെ കല്യാണം കഴിക്കാൻ പോവാണോ എന്നൊക്കെ ഓരോരുത്തർ വന്ന് ചോദിച്ചിട്ട് പോകും. എന്താണ് സംഭവം എന്ന് ജീവന് മനസ്സിലാകത്തില്ല. ജൂണു തന്നെ ചോദിക്കുമ്പോൾ എന്താണ് സംഭവം എന്ന് അവൾ മാറ്റി നിർത്തി അന്വേഷിക്കും. കമ്പനിയുടെ ഓൺലൈൻ ഫോറത്തിൽ ആരോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവൾ ഉച്ചയ്ക്ക് ബ്ലൈൻഡ് ഡേറ്റിന് പോയതാണെന്ന്. അവളുടെ മനസ്സിലേക്ക് അന്നേരം ക്യാങ്ങിന്റെ മുഖമാണ് വരുന്നത്. അവൻ മാത്രമേ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് കണ്ടിട്ടുള്ളൂ. ഞാൻ ബ്ലൈൻഡ് ഡേറ്റിന് പോയി, ഉടനെ എന്റെ കല്യാണം ഉണ്ടെന്നൊക്കെ ഇവിടെ റൂമേഴ്സ് സ്പ്രെഡ് ആയിട്ടുണ്ട്, അതുവെല്ലാം കേട്ടായിരുന്നോ എന്ന് ജിയൂൺ ക്യാങ്ങിനെ കാണുമ്പോൾ ചോദിക്കും. അവനാണോ എന്ന് നമുക്ക് ഉറപ്പിക്കണം. ഞാൻ ഈ വക റൂമേഴ്സ് ഒന്നും ശ്രദ്ധിക്കാറില്ല, ഞാനൊന്നും കേട്ടുമില്ല എന്നാണ് അവൻ മറുപടി പറയുന്നത്. അന്നേരം അവനല്ല എന്ന് അവൾക്ക് മനസ്സിലാവും. ക്യാങ് അന്നേരം അവളുടെ കയ്യിലിരിക്കുന്ന കല്യാണക്കുറി ശ്രദ്ധിക്കുന്നത് അവൾ കാണും. മിസ്റ്റോയുടെ കല്യാണമാണ്. നമ്മൾ പ്രോഡക്റ്റ് പ്ലാനിങ് ടീമും ഡിസൈൻ ടീമും ഒരുപാട് കാര്യങ്ങൾക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണ്. ആ കല്യാണത്തിന് പോകുന്നില്ലേ എന്ന് അവൾ ചോദിക്കും. പോകുന്നെന്നോ ഇല്ലെന്നോ മറുപടി പറയാതെ ഞാൻ എന്തിനാണ് ആ കല്യാണം അറ്റൻഡ് ചെയ്യാൻ അവിടെ പോകുന്നതെന്നാണ് അവൻ തിരിച്ചു ചോദിക്കുന്നത്. അവൻ അൺയൂഷ്വൽ ആയിട്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. ജീവന്റെ വീട്ടിൽ അമ്മയും അനിയനുമാണ് ഉള്ളത്. എന്റെ ഓഫീസിനടുത്തുള്ള റെസ്റ്റോറന്റിൽ എന്നോട് പറയാതെ എന്തിനാണ് ബ്ലൈൻഡ് ഡേറ്റ് അറേഞ്ച് ചെയ്തത്, അത് കാരണം എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് അറിയാവോ എന്നൊക്കെ അവൾ അമ്മയെ വിളിച്ച് ചോദിച്ചു വഴക്കുണ്ടാക്കും. ഒരു പുതിയ പ്രോഡക്റ്റിന്റെ പ്രൊഡക്ഷൻ മുഴുവൻ സസ്പെൻഡ് ചെയ്തിട്ട് കമ്പനിയിൽ മുഴുവൻ പ്രശ്നമാവും. അതിന് കൗണ്ടർ മെഷേഴ്സ് എന്താണെന്ന് പ്രസന്റ് ചെയ്യാനായിട്ട് ജീവന്റെ ടീം ലീഡറാണ് ചെല്ലുന്നത്. അവളെ കൂടെ കൊണ്ടുപോകും. അവിടെ ചെല്ലുന്നുണ്ടെ അയാള് സ്ലൈഡ്സ് പ്രസന്റ് ചെയ്യുമ്പോൾ അത് മുഴുവൻ അവൾ കൊടുത്ത റിപ്പോർട്ടിലെ ആണെന്ന് ജീവന് മനസ്സിലാവും. സ്വന്തം ഐഡിയ എന്നുള്ള രീതിയിലാണ് അയാള് അതവിടെ പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കാണുമ്പോൾ അവൾക്ക് ദേഷ്യം വരും. അവൾ പെട്ടെന്ന് തന്നെ സ്ലൈഡ്സ് എല്ലാം ക്ലോസ് ചെയ്ത് കളയും. അയാൾക്ക് സ്വന്തമായിട്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല. എന്തോ പ്രശ്നം പറ്റിയെന്നാണ് അവൾ പറയുന്നത്. അവൾ മനഃപൂർവ്വം ചെയ്തതാണെന്ന് അത് നോക്കിക്കൊണ്ടിരിക്കുന്ന ക്യാങ്ങിന് മനസ്സിലാവും. അതുകൊണ്ട് ക്യാങ് ടീം ലീഡറിന്റെ അടുത്ത് കുറെ കാര്യങ്ങൾ അങ്ങോട്ടേക്ക് ചോദിക്കും. സ്വന്തം ഐഡിയ അല്ലാത്തത് കൊണ്ട് അയാൾക്കൊന്നും നേരെ പറയാനായിട്ട് പറ്റുന്നില്ല. ഇതിന് എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ഉണ്ടോ എന്ന് ക്യാങ് എടുത്തു ചോദിക്കും. അതിനും അയാൾക്ക് മറുപടിയില്ല. എന്തെങ്കിലും ഇയാൾക്ക് അറിയാമോ എന്ന് ചായയുടെ അടുത്ത് അവൻ ചോദിക്കുമ്പോൾ അവൾ എല്ലാവരെയും നോക്കിയിട്ട് ഇല്ല എന്നാണ് മറുപടി പറയുന്നത്. പുതിയ പ്രോഡക്ട്സ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന റൂമിൽ വേറെ ആരും കാണത്തില്ല എന്നറിയാവുന്നതുകൊണ്ട് ജീവൻ അങ്ങോട്ടേക്ക് പോയി ഒറ്റയ്ക്ക് നിന്ന് ടീം ലീഡറുടെ അടുത്തുള്ള ദേഷ്യം എല്ലാം പറഞ്ഞു തീർക്കും. പോകാൻ തുടങ്ങുമ്പോൾ ക്യാങ് അങ്ങോട്ടേക്ക് വരും. ഇയാൾക്ക് ഞാൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് തന്നത്. ഇയാളുടെ ഐഡിയ ടീം ലീഡർ അവിടെ സ്വന്തം ഐഡിയ എന്നുള്ള രീതിക്ക് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇയാൾ അതിനെ എതിർത്തൊന്നും സംസാരിച്ചില്ല. ഇയാൾക്ക് ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് അറിയായിരുന്നു. അത് ഫാക്ടറിയിൽ വെച്ചിട്ട് അവരോട് പറയുകയും ചെയ്തു. അത് പറയാനുള്ള അവസരമാണ് ഞാൻ തന്നത്. അതും ഇയാൾ ഉപയോഗിച്ചില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കും. അന്നേരം അവർക്ക് ജൂണിന്റെ കോള് വരും. ഞാൻ മനഃപൂർവ്വം പറയാതിരുന്നതാണ്. അത് എത്രമാത്രം സക്സസ്ഫുൾ ആവുമെന്ന് എനിക്ക് ഉറപ്പില്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയാതിരുന്നതെന്ന് പറഞ്ഞിട്ടാണ് അവൾ അവിടുന്ന് പോകുന്നത്. മിസ്റ്റോയുടെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഗിഫ്റ്റ് മണി എല്ലാം കണക്ട് ചെയ്ത് അത് ജീവനെ ഏൽപ്പിക്കും. ഇനിയും ക്യാങ്ങിന്റെ മാത്രമേ അവരുടെ ടീമിൽ നിന്ന് വാങ്ങിക്കാനുള്ളൂ. അതും കൂടി ജീവൻ വാങ്ങണം എന്നാണ് അവൻ പറയുന്നത്. ജീവൻ അവളുടെ ഡയറി മറന്നു വെച്ചിട്ട് പോയത് ക്യാങ് കാണും. അവൻ അതെടുത്ത് നോക്കും. കല്യാണത്തിന് കാര്യം ചോദിച്ചപ്പോൾ അവൻ റെസ്പോണ്ട് ചെയ്ത രീതി മനസ്സിലുണ്ടെങ്കിലും ക്യാങ് വരുന്നത് വരെ ജീവൻ വെയിറ്റ് ചെയ്യും. പക്ഷെ അവനെ കാണുമ്പോൾ ഒന്നും ചോദിക്കാതെ അവൾ തിരിഞ്ഞു നടക്കും. ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുന്നുണ്ട് ക്യാങ് അങ്ങോട്ടേക്ക് വരുന്നത് കാണും. എന്തിനാണ് എന്റെ പുറകെ വരുന്നതെന്ന് അവൾ മനസ്സിലാലോചിക്കുമ്പോഴത്തേക്കിനും അവൻ അവളുടെ ഡയറി തിരിച്ചു കൊടുക്കും. അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവളെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് വന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ജീവൻ ബസ്സിൽ കയറി ഇരുന്നിട്ട് നോക്കുന്നുണ്ട് ക്യാങ്ങും പുറകെ കയറുവാണ്. അവിടെ വേറെയും ഒഴിഞ്ഞ സീറ്റ്സ് ഒക്കെ ഉണ്ടായിട്ടും അവളുടെ അടുത്താണ് വന്നിരിക്കുന്നത്. എന്തിനായിരിക്കും എന്നെ ഫോളോ ചെയ്യുന്നതെന്ന് അവൾക്ക് വീണ്ടും സംശയം തോന്നും. ഞാൻ ഇയാളുടെ ഡയറി വായിച്ചായിരുന്നു, അതിൽ കുറെ ഇൻട്രസ്റ്റിംഗ് ഐഡിയാസ് കണ്ടു, അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ക്യാങ് ജീവന്റെ അടുത്ത് പറയും. അപ്പൊ അത് തുറന്ന് വായിച്ചു എന്ന് അവൾക്ക് മനസ്സിലാവും. എനിക്കൊരു സാധനം കളഞ്ഞു കിട്ടുമ്പോൾ അത് ആകെ തിരിച്ചേൽപ്പിക്കണമെങ്കിൽ ആരുടെയാണെന്ന് എനിക്ക് അറിയണമെങ്കിൽ അത് തുറന്നു നോക്കിയാലല്ലേ പറ്റത്തുള്ളൂ എന്ന് അവൻ ചോദിക്കും. ഒരുപക്ഷെ ചോയുടെ കല്യാണത്തിന് ഗിഫ്റ്റ് മണി കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടെ വന്നതായിരിക്കാം. പറയാനുള്ള ബുദ്ധിമുട്ട് കാരണമായിരിക്കാം മിണ്ടാതിരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട്
പൈസ തന്നോളൂ എന്ന് അവൾ പറയും. അവൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവന് മനസ്സിലാകത്തില്ല. അല്ല, ചോയ്ക്കുള്ള വെഡിങ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ എന്റെ കൂടെ ബസ്സിൽ കയറിയെന്ന് ചോദിക്കുമ്പോൾ ഇയാളാണെങ്കിൽ ഇയാളുടെ എക്സ് ഹസ്ബൻഡിന് വെഡിങ് ഗിഫ്റ്റ് കൊടുക്കുമോന്ന് അവൻ ചോദിക്കും. എന്നിട്ട് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിപ്പോകും. അന്നേരമാണ് ചോയ് ക്യാങ്ങിന്റെ എക്സ് വൈഫ് ആയിരുന്നു എന്ന് അവള് മനസ്സിലാക്കുന്നത്. അടുത്ത ദിവസം വീക്കെൻഡ് ആണ്. മിസ് ചോയുടെ കല്യാണത്തിന് അവൾ പോകും. എന്നിട്ട് ക്യാങ്ങിന് അപ്പോളജൈസ് ചെയ്തുകൊണ്ട് മെസ്സേജ് അയക്കും. അതിനുശേഷം അവളുടെ എക്സ് ബോയ് ഫ്രണ്ടിന് അയച്ച മെസ്സേജസ് ഒക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കും. അവള് ഒരുപാട് മെസ്സേജസ് അയച്ചിട്ടുണ്ടായിരുന്നു. ഒന്നിനും അവൻ റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല. അവസാനം സൈ ഇട്ടിട്ട് എനിക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല, ഞാൻ ബ്രേക്കപ്പ് ആവുകയാണെന്ന് പറഞ്ഞിട്ട് അവളാണ് അങ്ങോട്ടേക്ക് മെസ്സേജ് അയക്കുന്നത്. പക്ഷെ അതിനും അവൾക്ക് റിപ്ലൈ ഒന്നും കിട്ടിയിട്ടില്ല. അതൊക്കെ നോക്കി ദേഷ്യത്തിലും സങ്കടത്തിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് ക്യാങ്ങിന്റെ റിപ്ലൈ വരും. ഇയാൾക്ക് അപ്പോളജൈസ് ചെയ്യാനാണെങ്കിൽ എനിക്ക് ഇന്ന് ഡ്രിങ്ക്സ് വാങ്ങി തന്നാൽ മതി എന്നാണ് അവൻ അയച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ അവള് ക്യാങ്ങിനെ മീറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കും. ജിയോൺ ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ എന്നെ കാണുന്നുണ്ടോ എന്നും പറഞ്ഞിട്ട് ക്യാങ് അവളെ വിളിക്കും. അവൾ നോക്കുമ്പോൾ കാണത്തില്ല. എവിടെയാണെന്ന് പറഞ്ഞ് റോഡിന്റെ നടുക്ക് വന്നതെന്നാണ് അവൾ നോക്കുന്നത്. അന്നേരത്തേക്ക് ക്യാങ് വന്ന് അവളെ പിടിച്ചു മാറ്റും. റോഡിന്റെ നടുക്ക് ഇങ്ങനെ നിൽക്കുന്നത് ഡേഞ്ചറസ് ആണെന്ന് അറിയത്തില്ലേന്ന് ചോദിച്ചിട്ട് അവളെ കൊണ്ട് പോകുന്നത് ഒരു ഫ്രണ്ടിന്റെ റെസ്റ്റോറന്റിലേക്കാണ്. അവിടെ ആളുകളൊന്നുമില്ല. ഇവര് ഫ്രണ്ട് ഉണ്ടെന്ന് അറിയുന്നത് തന്നെ അവൾക്ക് അത്ഭുതമാണ്. അത് നോർമൽ ആയിട്ടുള്ള ഒരാള്. അയാളെ ഡ്രിങ്ക്സ് ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ട് സ്റ്റോർ റൂമിലേക്ക് പോകും. അന്നേരം അന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അവൻ അങ്ങോട്ടേക്ക് ചോദിക്കും. കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നില്ല, അതിനെപ്പറ്റി അറിയാനാണ് അവളെ കാണണം എന്ന് പറഞ്ഞതെന്ന് നീ കൊണ്ട് മനസ്സിലാവും. നല്ലതായിരുന്നു, എല്ലാവരും ഹാപ്പി ആയിരുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോഴാണ് അർത്ഥം മനസ്സിലാവുന്നത്. എന്നാലും ഫുഡ് അത്ര കൊള്ളത്തില്ലായിരുന്നു എന്ന് അവൾ പറയും. എന്ത് ചെയ്യുമായിരുന്നു എന്ന് അവള് ക്യാങ്ങിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഇന്നത്തെ ദിവസം മുഴുവൻ ഞാൻ വർക്ക്ഔട്ട് ചെയ്യുമായിരുന്നു എന്ന് പറയുമ്പോൾ ശരിയാണ്, നമ്മള് ഡിസ്ട്രാക്റ്റഡ് ആകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് അവൾ വീണ്ടും പറയും. പറയുന്നത് മുഴുവൻ അബദ്ധമാണ്. അവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറയാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അതെല്ലാം ഇങ്ങനെ ആവുകയാണെന്ന് അവനും മനസ്സിലാവുന്നുണ്ട്. നാളെ മുതൽ ഞാൻ പ്ലാനിംഗ് ടീം 2 ടീം ലീഡർ അല്ല, എന്നെ അവർ ഫയർ ചെയ്തു എന്ന് അവൻ പറയും. അത് കേൾക്കുമ്പോഴത്തേക്കും ആ പ്രോജക്റ്റ് മുഴുവനായിട്ട് സസ്പെൻഡ് ചെയ്യണമെന്ന് പറയരുതായിരുന്നു, അങ്ങനെ പറഞ്ഞിട്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞതെന്ന് അവളും തിരിച്ചു പറയും. അന്നേരം അവന് പ്രസിഡന്റ് ഹാനിന്റെ കോള് വരും. ഞാൻ തിരിച്ചു വരാൻ കുറച്ചധികം സമയം എടുക്കും, ഇയാൾക്ക് ആവശ്യമുള്ളതെല്ലാം ഓർഡർ ചെയ്തോളൂ എന്ന് ക്യാങ് പറയുമ്പോൾ പ്രസിഡന്റിന്റെ അടുത്ത് കാര്യമായിട്ട് അപ്പോളജൈസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് അവനെ ചിയർ ചെയ്ത് വിടുകയാണ് ജിയോൺ ചെയ്യുന്നത്. ക്യാങ് തിരിച്ചു വരുമ്പോഴത്തേക്കിനും അവള് സൂചുക കുടിച്ച് ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. എങ്ങനെ എഴുന്നേൽപ്പിക്കണം എന്ന് അവനും ഫ്രണ്ടിനും അറിയത്തില്ല. കുറച്ചു നേരം ആലോചിച്ചിട്ട് ഓഫീസിൽ പോകാൻ ലേറ്റ് ആയി എന്ന് ക്യാങ് പറയും. അത് കേട്ട് അവൾ ഞെട്ടി എണീക്കും. തിരിച്ചു പോകുന്ന വഴി അവള് ഓഫീസിൽ ജോയിൻ ചെയ്തപ്പോൾ മുതലുള്ള കാര്യങ്ങൾ ക്യാങ്ങുമായിട്ട് ജിയോൺ ഷെയർ ചെയ്യും. ആദ്യത്തെ 3 വർഷം മിക്കവാറും എല്ലാ ദിവസവും ഞാൻ ലേറ്റ് നൈറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ സുപ്പീരിയേഴ്സും എൻ്റെ സബോർഡിനേറ്റ്സും ഒക്കെ തരുന്ന ജോലികളും ചെയ്യാതെ പോകുന്ന ജോലികളും മുഴുവൻ ചെയ്തുകൊണ്ടിരുന്നു 2 വർഷം. അങ്ങനെ ഒരു ദിവസം എക്സോസ്റ്റഡ് ആയിട്ട് ഞാൻ ബോധം കെട്ട് വീണു. ഒരാഴ്ച ഞാൻ ലീവ് എടുത്തു. ഞാനില്ലെങ്കിൽ കമ്പനി മുന്നോട്ട് പോകത്തില്ലെന്നൊക്കെയാണ് ഞാനന്ന് വിചാരിച്ചു വെച്ചിരുന്നത്. പക്ഷെ ഒന്നും അവിടെ സംഭവിച്ചില്ല. ഞാനില്ലെങ്കിലും കമ്പനിക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് കൃത്യസമയത്ത് ഇറങ്ങണം എന്ന് ഞാൻ തീരുമാനിച്ചു. അന്ന് മുതലാണ് കൃത്യസമയത്ത് വരാനും പോകാനും തുടങ്ങിയതെന്ന് അവള് ക്യാങ്ങിൻ്റെ അടുത്ത് പറയും. അതെന്തായാലും ഇംപ്രസീവ് ആണ്, ഇയാള് വേണ്ടാന്ന് വെച്ചിട്ട് പോയില്ലല്ലോ എന്ന് അവൻ പറയുമ്പോൾ എൻ്റെ ബോയ് ഫ്രണ്ട് വേണ്ടാന്ന് വെച്ചിട്ട് പോയിട്ടുണ്ട്, എൻ്റെ ബോയ് ഫ്രണ്ട് അല്ല എക്സ് ബോയ് ഫ്രണ്ട് എന്ന് അവൾ തിരുത്തി പറയും. എന്തിനാണ് ബോയ് ഫ്രണ്ടിന്റെ കാര്യം അന്നേരം പറഞ്ഞതെന്ന് അവൻ അന്തം വിട്ട് നോക്കുന്നുണ്ട്. അവൾ അന്നേരം തട്ടി വീഴാനായിട്ട് പോകും. അവനാണ് പിടിച്ചു നിർത്തുന്നത്. ഇയാള് നാളെ ഫ്രീ ആണെങ്കിൽ നമുക്കൊന്ന് മീറ്റ് ചെയ്യാമോ എന്ന് ക്യാങ് ജിയോന്റെ അടുത്ത് ചോദിക്കും. ജിയോൺ അന്നേരം അവനെ നോക്കിയിട്ട് ഇയാൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സെക്കൻഡ് റൗണ്ട് ഡ്രിങ്ക്സിന് വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലേക്ക് വരുന്നു എന്ന് ചോദിക്കും.